with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തോമസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 0.5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് വിപണിക്ക് സാധിക്കുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഇൻഡെക്സ് ആയിട്ടുള്ള നിക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 1% ഒരു നേട്ടം ഉണ്ടാകുന്നു. കോസ്പിയിലേക്ക് വരികയാണെങ്കിൽ 6% മുകളിലുള്ള ഒരു വർധനവുണ്ടാകുന്നു. ചൈനീസ് ഇൻഡെക്സ് ആയാലും ഹാങ്സങ് ആയാലും ഒക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് വിപണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും സമാനമായ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ട്രിഗർ തന്നെ ഉണ്ടാകുന്നു. ഇൻഡെക്സുകളുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഐ.ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ 1.25% മുകളിലുള്ള ഒരു നേട്ടമുണ്ടാകുന്നു. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഐ.ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇന്നലെ മറ്റ് ഇൻഡെക്സുകളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കാര്യമായ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റം ഇല്ലാതിരുന്നപ്പോൾ പോലും ഐ.ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗ്ലോബലി നിന്ന് ലഭിക്കുന്ന ചില ക്യൂസിലേക്കൊക്കെ തന്നെ കടക്കുകയാണെങ്കിൽ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തകളല്ല നമുക്ക് നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡിൻ്റെ ഒക്കെ തന്നെ പ്രൈസ് നോക്കുകയാണെങ്കിൽ $92 പെർ ബാരൽ എന്ന് പറഞ്ഞ നിരക്കിലേക്ക് എത്തുന്നു. WTI ക്രൂഡ് നോക്കുകയാണെങ്കിലും ഒരു ഉയർന്ന നിരക്കിൽ തന്നെ തുടരുന്നുണ്ട്. അതുകൂടാതെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പരാമർശങ്ങൾ നോക്കുകയാണെങ്കിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നിലവിലിപ്പോൾ കാര്യങ്ങൾ മാറുന്നു. അതായത് ഇറാനെതിരെ കൂടുതൽ എക്കണോമിക് സാങ്ഷൻസിലേക്കും കൂടുതൽ നടപടികളിലേക്കും ഒക്കെ തന്നെ US കടക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. കൂടാതെ ട്രഷറി ബോണ്ട് ഈൽഡുകളുടെ ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിലും നോർമലി ഉള്ള ഒരു കംഫർട്ടബിൾ ലെവലിന് മുകളിൽ ഇപ്പോഴും ട്രഷറി ബോണ്ട് ഈൽഡ് US-ൻ്റേത് നിൽക്കുന്നു എന്നൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. 13-ഇയർ ട്രഷറി ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ 5.18 എന്ന് പറഞ്ഞ ഒരു നിരക്കിൽ, 10-ഇയർ ട്രഷറി ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ 4.63 എന്ന് പറഞ്ഞ ഒരു നിരക്കിലുമാണ്. എന്നാലും ആ ഒരു നിരക്കിൽ ഒരു വർധനവ് കണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു പച്ച തെളിഞ്ഞിരുന്ന അവിടെ നിലവിലിപ്പോൾ ഒരു റെഡ് സോണിലേക്ക് മാറിയിരിക്കുന്നു എന്നൊരു പോസിറ്റിവിറ്റി നിലവിലിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തോമസ്, നിലവിലുള്ള വാർത്തകളൊക്കെ തന്നെ ഒരു നെഗറ്റീവായിട്ട് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലും വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി ഇന്ന് എന്തായാലും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റത്തിന് നമുക്ക് അറിയാവുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയറോൺമെൻറ്റും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡൈസസുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ആവശ്യമാണ്. എന്തൊക്കെയാണ് നിലവിലിപ്പോൾ നോക്കുമ്പോൾ ഗ്ലോബലി മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യൂസ്? നിഖിൽ, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിഫ്റ്റി 50-ൽ ഇപ്പോൾ 0.47% ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. 114 പോയിന്റ് ഗെയിൻ ചെയ്ത് 24,192 എന്ന ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി 50-ൽ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലത്തെ FII DII ആക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 408 കോടി രൂപയുടെ ഷെയർസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3,973 കോടി രൂപയുടെ സ്റ്റോക്സാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ മാസം ഇതുവരെയുള്ളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ NSDLൻ്റെ ഡാറ്റ പ്രകാരം 23,320 കോടി രൂപയുടെ സ്റ്റോക്ക് FIIs പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് കാണിക്കുന്നത് FIIസിന് FIIസിൻ്റെ ഒരു റിട്ടേൺ ആണ് അതൊരു സിഗ്നൽ ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു കോൺഫിഡൻസ് ഒരു റീഇഗ്നൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചർച്ചയിലേക്കാണ് FIIസിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ളൊരു ബൈയിങ് ട്രെൻഡിലേക്ക് ഇത് മാറുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് വരുന്നത് വാൾ സ്ട്രീറ്റിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് ആണ്. നിഖിൽ പറഞ്ഞതുപോലെ നമ്മൾ ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ US മാർക്കറ്റിലൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് അവസാനിച്ചിട്ടുള്ളത്. ഡോ ജോൺസ് 0.22%, S&P 500 0.21%, നാസ്ഡാക്ക് 0.16% ഗെയിൻ ചെയ്താണ് ഇന്നലെ അവരുടെ ട്രേഡിംഗ് ഡേ അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അവിടെ പോസിറ്റീവായിട്ട് വരുന്നത് ഇപ്പോൾ US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ബോണ്ട് മാർക്കറ്റിലുള്ള ആ ഒരു ഉയർന്ന പ്രഷർ ഈസ് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ബോണ്ട് ബൈബാക്ക് ഇപ്പോൾ വലിയ രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ലോങ് ടേം ട്രഷറി ബൈബാക്കൊക്കെ പ്ലാൻ ചെയ്ത പർച്ചേസസിനെക്കാട്ടും ഓൾമോസ്റ്റ് ഡബിൾ ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 9 മുതൽ നവംബർ 4 വരെയുള്ള ഒരു ടൈം ലൈനിലാണ് ഇപ്പോൾ ബോണ്ട് റീപർച്ചേസസ് ഡബിൾ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ വാൾ സ്ട്രീറ്റിൽ വളരെ വലിയ രീതിയിലൊരു പോസിറ്റീവ് മൊമെൻറ്റത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതിപ്പോൾ ഏഷ്യൻ മാർക്കറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മെയിൻ ഏഷ്യൻ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ കോസ്പൈയിൽ ഇന്ന്
6.52% ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. S&P ASX 200 ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ 0.18% ഒരു മുന്നേറ്റം. നിക്കി 225 1.06% ഒരു മുന്നേറ്റം. ഷാങ്കായ് ഇൻഡെക്സിൽ 0.28%, DJI ഷാങ്കായിൽ 0.52% മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്നലെ നമ്മൾ US മാർക്കറ്റിൽ കണ്ട ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഒരു സ്പിൽ ഓവർ എഫക്റ്റ് പോലെ വരുന്നുണ്ട്. എന്നാൽ നിഖിൽ പറഞ്ഞതുപോലെ ഒരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ അത്ര നല്ല വാർത്തകളല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ US-ൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെയുള്ള മിലിറ്ററി ക്യാമ്പയിനിൽ ഇപ്പോൾ ഒരു പോസ് വന്നിരിക്കുകയാണ്. ഒരു മിലിറ്ററി ക്യാമ്പയിൻസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള മിലിറ്ററി ക്യാമ്പയിൻസ് ഒന്നും ഈയിടെയായിട്ട് വന്നിട്ടുമില്ല. സോ മിലിറ്ററി ഒരു ഒബ്ജക്റ്റീവ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇറാനെതിരെയുള്ള ഒരു വാർഫെയർ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ മിലിറ്ററി വാർഫെയറിൽ നിന്ന് എക്കണോമിക് വാർഫെയറിലേക്കാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവർ മെയിനായിട്ട് US ഇപ്പോൾ ഒരു വാർഫെയർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എക്കണോമിക് വാർഫെയർ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർ മെയിനായിട്ട് ഇപ്പോൾ US മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇറാൻ്റെ ലൈഫ് ലൈനായിട്ടുള്ള ഓയിൽ റവന്യൂസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു എക്കണോമിക് വാർഫെയറിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ടാണ് അത് വരുന്നത്. മറ്റൊന്ന് വരുന്നത് ഗ്ലോബൽ ട്രേഡിലും ഫൈനാൻസിലും ഇറാനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓൾറെഡി അച്ചീവ്ഡ് ആയ ഒരു ഒബ്ജക്റ്റീവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം സ്വിഫ്റ്റ് ആണെങ്കിൽ പോലും മറ്റ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സിസ്റ്റംസ് ആണെങ്കിൽ പോലും ഇറാൻ ഓൾറെഡി അതിൽ നിന്ന് പുറത്താണ്, അല്ലെങ്കിൽ ഇറാൻ ഓൾറെഡി അതിൽ ഐസൊലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സീസ് ഫയർ MOU കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എഗ്രി ചെയ്യപ്പെട്ടപ്പോഴാണ് ഒരു ചെറിയ രീതിയിലെങ്കിലും ഇറാൻ ബാങ്കുകൾക്ക് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇടപെടാൻ സാധിക്കുമെന്നും അതിൽ ആക്റ്റീവായിട്ട് അതിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കുമെന്ന രീതിയിലേക്കൊരു വിൻഡോ തുറന്നു വന്നത്. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇറാൻ എക്കണോമിയെ വളരെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുക എന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് വരുന്നത് സെക്കൻഡറി സാങ്ഷനാണ്. ഇറാനായിട്ട് ട്രേഡ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളുടെ മുകളിലും സാങ്ഷൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ ഏറ്റവും വലിയ പ്ലെയറായി മാറാൻ പോകുന്നത് ചൈനയാണ്. നിഖിൽ തോമസ്, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ പല രീതിയിൽ എന്തായാലും എക്കണോമിക്കലി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ US-ഉം ഇറാനും തമ്മിലുള്ള ഒരു പീസ് ഡീൽ അല്ലെങ്കിൽ പീസ് ടോക്ക് എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഫെയിൽ ആയിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മറ്റൊരു കാര്യം നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ US വീണ്ടും ഇറാനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ US-ന് ലഭിക്കും എന്നൊരു രീതിയിൽ കരുതിയിരുന്ന ഒരു ലെവറേജ് അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് നിലവിലിപ്പോൾ US-ൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. നിലവിലിപ്പോൾ ഇറാനിയൻ ഒഫീഷ്യൽസിൻ്റെ ഒക്കെ തന്നെ ഒരു പരാമർശം നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ മുഹമ്മദ് ബഖേർ ഖാലിബാഫിൻ്റെ ഒക്കെ തന്നെ ഒരു പരാമർശം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് US-ന് നിലവിലിപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരു ഹോണറബിൾ ആയിട്ടുള്ള ഒരു എക്സിറ്റ് മാത്രമേ US-ന് ആവശ്യമായിട്ടുള്ളൂ. ആ ഒരു ഹോണറബിൾ ആയിട്ടുള്ള എക്സിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നിലവിലിപ്പോൾ US നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇറാനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തുക, അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവനായിട്ട് ഇറാനെതിരെ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ നടപ്പാകുകയില്ല. അതുകൂടാതെ പുതിയ ഒരു റീജിയണൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും US ശ്രമിക്കുന്നു എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെ നിലവിലിപ്പോൾ ഇറാനിയൻ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വീണ്ടും നീളാനും ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ തന്നെ വീണ്ടും ഉയരാനും ഉള്ള ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ ഇപ്പോഴും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത്. തീർച്ചയായും നിഖിൽ, നമ്മളിത് നോക്കുകയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വലിയ രീതിയിലൊരു എക്കണോമിക് വാർഫെയർ US ഇപ്പോൾ ഇറാനെതിരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന ഒരു ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ എക്കണോമിക് വാർഫെയർ വരുമ്പോൾ ആ രാജ്യം കൂടുതലായിട്ട് എക്കണോമിക്കലി ആൻഡ് ഫൈനാൻഷ്യലി ഐസൊലേറ്റഡ് ആയി മാറുന്നതാണ് നമ്മൾ ഹിസ്റ്ററിയിൽ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ആ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വളരെ വലിയ രീതിയിൽ ഡിസെൻറ്റ് രൂപപ്പെടുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള പബ്ലിക് ഡെമോൺസ്ട്രേഷൻസും സമരങ്ങളുമൊക്കെ ഉയരുകയാണെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ സിസ്റ്റത്തിനെ തന്നെ, ആ രാജ്യത്തിൻ്റെ റൂളിംഗ് സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുന്നതായിട്ടാണ് നമ്മൾ പല രാജ്യങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഡിസെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഡിസെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ US-ൻ്റെ ഭാഗത്തു നിന്ന് ഒരു എക്കണോമിക് വാർഫെയർ ഇപ്പോൾ ഇറാനെതിരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അത് ഈ എഫക്റ്റ് ആവുന്നുണ്ട്, ഒരു പോസിറ്റീവ് എഫക്റ്റ് അതിന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US
ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഒരു എഫക്റ്റ് ഇപ്പോൾ അത് ഇറാനിൽ സംഭവിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അതിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് മനസ്സിലാകുന്നത്. ഏറ്റവും വലിയ രീതിയിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ഫ്യൂവൽ ഷോർട്ടേജ് ആണ്. ഫ്യൂവൽ ഷോർട്ടേജ് ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെഹ്റാനിലടക്കം ഫ്യൂവൽ ഷോർട്ടേജസിലൊക്കെ ഒരു ഇമ്പാക്റ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്യൂവലിന് വേണ്ടിയിട്ടുള്ള ക്യൂവുകളിലൊക്കെ വളരെ വലിയ രീതിയിലുള്ളൊരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സാങ്ഷൻസ് US പോലെയൊരു രാജ്യം, ഇറാൻ പോലൊരു രാജ്യത്തിനെതിരെ ഒരു സാങ്ഷൻസ് എഫക്റ്റീവ് ആവണമെങ്കിൽ, സാങ്ഷൻ എഫക്റ്റീവായിട്ട് നടപ്പാകണമെങ്കിൽ, എക്സിക്യൂട്ട് ആവണമെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് വരണം. ഡെയിലി ലൈഫ് ഫുള്ളി ക്രിപ്പിളായാൽ മാത്രമേ സാങ്ഷൻസ് വർക്ക് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇറാൻ ഓൾറെഡി അവരുടെ പല രീതിയിലുള്ളൊരു ഡൊമസ്റ്റിക് സപ്ലൈ ബഫേഴ്സൊക്കെ നിലനിർത്തുന്നതിനാൽ സാങ്ഷൻസ് ഒന്നും വളരെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ആകുന്നില്ല എന്നത് നമുക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഫ്യൂവൽ കൺസംഷൻ ഗ്ലോബൽ ആവറേജിനെക്കാട്ടും 5 മടങ്ങാണ് എന്നുള്ളതാണ്. ഹെവിലി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഓൾറെഡി വളരെ ലോ ഡൊമസ്റ്റിക് പ്രൈസസ് ആയിട്ടുള്ളതാണ് ഇറാൻ്റെ ഫ്യൂവൽ എന്നുള്ളത്. വളരെ ചീപ്പ് ഫ്യൂവൽ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ളൊരു ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് അത് കടക്കുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെ ഇപ്പോൾ ഇറാനിലത്തെ മാധ്യമങ്ങൾ പറയുന്നത് US-ൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ എക്കണോമിക് വാർഫെയർ പ്യുവർലി ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണെന്നുള്ളതാണ്. എന്നാൽ ഈ സൈക്കോളജിക്കൽ വാർഫെയർ ബാക്ക് ഫയർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിലൊരു ഡിസെൻറ്റ് ഉയർന്നു വരുന്നതിന് പകരം, വലിയ രീതിയിൽ സമരങ്ങൾ ഉയർന്നു വരുന്നതിന് പകരം ഇറാനിലത്തെ ജനങ്ങൾ ഇറാൻ സിസ്റ്റത്തിനോട് കൂടുതൽ അടുക്കുന്നതാണ് കാണുന്നത്. ഇത് പല രീതിയിൽ മുമ്പും ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. വിയറ്റ്നാം ആണെങ്കിൽ പോലും, ക്യൂബയാണെങ്കിൽ പോലും, മറ്റ് പല രാജ്യങ്ങളിലാണെങ്കിൽ പോലും US, യൂറോപ്യൻ യൂണിയൻ സാങ്ഷൻസ് ഒക്കെ വന്ന സാഹചര്യത്തിൽ അവരൊരു പബ്ലിക് അല്ലെങ്കിൽ അവരുടെ സിറ്റിസൺസ് സ്പ്ലിറ്റ് ആവുന്നതിന് പകരം യുണൈറ്റ് ആവുന്നത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. സോ വലിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ US-ൻ്റെ സാങ്ഷൻസ് ഒന്നും വർക്കൗട്ട് ആവാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ഇറാനിൽ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ചൈനയായിരിക്കും ഇതിൽ ബിഗ്ഗസ്റ്റ് പ്രഷർ ഫ്രണ്ട് എന്നാണ് ഇപ്പോൾ മാർക്കറ്റ് അനലിസ്റ്റുകളും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും എടുത്തു പറയുന്നത്. ഇറാൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ചൈനയാണ് ഇറാൻ്റെ ലാർജസ്റ്റ് ഓയിൽ ബയ്യർ എന്നുള്ളത്. US സാങ്ഷൻസ് ഒക്കെ പാർഷ്യലിയെങ്കിലും അല്ലെങ്കിൽ ഫുള്ളി കംപ്ലീറ്റ്ലി ചൈന ഇഗ്നോർ ചെയ്യുകയാണ് സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചൈന ഇപ്പോൾ US സാങ്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക എന്നൊരു പോളിസിയുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മേൽ US സാങ്ഷൻസ് വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെ US സാങ്ഷൻസ് ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെ പ്രഖ്യാപിക്കാൻ ഫോഴ്സ്ഡ് ആവുകയാണെങ്കിൽ, പ്രഷർഡ് ആവുകയാണെങ്കിൽ US ചൈന റിലേഷൻസ് അത് വലിയ രീതിയിൽ കൂടുതൽ വഷളാകുന്നതാണ് നമ്മൾ കാണുക. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്, ട്രേഡ് യൂസ് ചെയ്തുകൊണ്ട്, എക്കണോമിക്സ് യൂസ് ചെയ്തുകൊണ്ട്, ഫൈനാൻസ് യൂസ് ചെയ്തുകൊണ്ട് ചൈന അവരുടെ ഒരു ഇമ്പാക്റ്റ് ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അവരുടെ ഒരു പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ യൂണിയനിലും ചൈന വളരെയധികം അവരുടെ പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ US-ൻ്റെ ഭാഗത്ത് നിന്ന് ചൈനയ്ക്കെതിരെ ഒരു സാങ്ഷൻ വരികയാണെങ്കിൽ അതൊരു ഇൻസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻസ്റ്റെബിലിറ്റി ഗ്ലോബൽ എക്കണോമിയെ തന്നെ ബാധിക്കാൻ സാധിക്കുന്ന വലിയ രീതിയിലുള്ളൊരു ഒരു ഫൈനാൻഷ്യൽ ഒരു ടേൺ അറൗണ്ടിലേക്ക്, ഒരു ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റിലേക്ക് മാറും എന്നുള്ളതാണ് അവിടെ ഗ്ലോബൽ റിസ്ക് ആയിട്ട് നിലനിൽക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഷാഡോ ഫ്ലീറ്റ്സ് വഴിയും ഷാഡോ റൂട്ട്സ് വഴിയും ചൈന ഇപ്പോഴും വളരെ വലിയ രീതിയിൽ തന്നെ ഇറാനിൽ നിന്ന് ഓയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും വളരെ വലിയ രീതിയിൽ US സാങ്ഷൻസിന് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഇതൊക്കെ ഓഫ് ദ ബുക്സ് ആയിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഈ ഓയിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ റെയിൽ റോഡ് വഴിയോ അല്ലെങ്കിൽ ഷിപ്സ് വഴിയോ തന്നെ നടക്കുന്നതാണ്. ഓഫ് ദ ബുക്സ് നടക്കുന്ന കാരണം US-നെ ഇത് തെളിയിക്കുക എന്നത് വളരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈന ഇറാൻ ബൈലാറ്ററൽ റിലേഷൻഷിപ്സിൽ ഓൺ ദ ബുക്സിൽ തന്നെ കുറേയധികം രീതിയിലുള്ള ട്രേഡ്സുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ട്രേസബിൾ ആണ്, അത് സാങ്ഷനബിളുമാണ്. അത് സാങ്ഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ചൈനയിലെ വളരെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓൺഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെതിരെ US-ന് ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ചൈനീസ് ഗവൺമെൻറ് ഓൺഡ് PSUസിനെതിരെ US ഗവൺമെൻറ് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ റിപ്ലൈ ചെയ്യാതെ ചൈന ഇരിക്കില്ല എന്നുള്ളതാണ്. അത് ചൈന റിപ്ലൈ ചെയ്യുന്നത് US-ലെ ഗവൺമെൻറ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെയല്ല. ചൈന റിപ്ലൈ ചെയ്യാൻ പോകുന്നത് US-ലെ പ്രൈവറ്റ്
എൻറ്റിറ്റീസിനെതിരെയായിരിക്കും, പ്രൈവറ്റ് ടെക് കമ്പനികൾക്കെതിരെയും പ്രൈവറ്റ് കൊമോഡിറ്റി കമ്പനികൾക്കെതിരെയും പ്രൈവറ്റ് ബാങ്കിങ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയുമാണ് ചൈന റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അതൊരു ഡൊമിനോ എഫക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പിന്നെ ഒരു സ്ലാബ് ബാക്ക് സാങ്ഷൻ പോലെ US-ൻ്റെ ഭാഗത്തുനിന്ന് ഒരു സാങ്ഷൻ വരും, പിന്നെ ഒരു അതിനൊരു റിട്ടാലിയേറ്ററി എഫക്റ്റ് എന്ന പോലെ ചൈനയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു സാങ്ഷൻ വരും. അത് പിന്നെ ഒരു ഗ്ലോബൽ എക്കണോമിക് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിലേക്ക് തന്നെ നയിക്കാൻ സാധ്യതയുള്ള ഒരു ട്രേഡ് വാറിലാണ് കൾമിനേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ. അതായാലും വിപണിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ തന്നെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൻ്റെ ഒരു തുടക്കത്തിന് ശേഷം ആദ്യമായിട്ടൊരു 4500 ഔൺസ് എന്ന് പറയുന്ന ഒരു നിരക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് $4500 per troy ounce എന്ന് ഉള്ള ഒരു നിരക്കിലേക്ക് നിലവിൽ ഇപ്പോൾ ഗോൾഡിന് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത് ഇന്നലെ ആയിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. കൂടാതെ സിൽവറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിരക്ക് എന്ന് പറയുന്നതും ജൂൺ മാസത്തിലാണ് അവസാനം ടച്ച് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് പ്രഷ്യസ് മെറ്റലുകളിലേക്ക് എന്തുകൊണ്ട് ഈ ഒരു രീതിയിലേക്കുള്ളൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നിലവിൽ ഇപ്പോൾ കടന്നു വരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ US ഡോളറുകളുടെ ഒരു മൂല്യം ഇടിയുന്നു എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോൾ എടുത്തു പറയണം. അതായത് ഡോളർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഒരു വീക്ക്നെസ് നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് 100 എന്ന് പറയുന്ന നിരക്കിലും പിന്നീട് 99 എന്ന് പറഞ്ഞ ഒരു നിരക്കിലും ഉണ്ടായിരുന്ന ഡോളർ ഇൻഡെക്സ് നിലവിൽ ഇപ്പോൾ 98 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് താഴോട്ടേക്ക് വന്നിരിക്കുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ ഒരു പ്രഷ്യസ് കമ്മോഡിറ്റികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ആ ഒരു 4500 എന്ന് പറയുന്ന ലെവലിന് മുകളിലോട്ട് കടന്നതിന് ശേഷം ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു റേഞ്ച് വളരെ സ്റ്റഡി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേമിലേക്ക് പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ ട്രഷറി ബോണ്ടിൻ്റെ ഒക്കെ തന്നെ ബൈയിങ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു ബോണ്ടുകൾ ബൈബാക്ക് ചെയ്യുന്നു എന്നത് കൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഒരു ബോണ്ട് ഈൽഡിൻ്റെ ആ ഒരു നിരക്ക് താഴോട്ട് വരുന്നത്. തീർച്ചയായിട്ടും ബോണ്ട് ഈൽഡിൻ്റെ നിരക്ക് താഴോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സേഫ് ഹെവൻ എന്ന് പറയുന്ന ബോണ്ട് ഈൽഡിലേക്കുള്ള നിക്ഷേപം കുറയുകയും മറ്റൊരു സേഫ് ഹെവൻ എന്നുള്ള നിലയിലേക്ക് ഗോൾഡിലേക്കായാലും സിൽവറിലേക്കായാലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരികയും ചെയ്യും. തീർച്ചയായിട്ടും നോക്കുകയാണെങ്കിൽ ബോണ്ടിൻ്റെ ഈൽഡ് നിരക്ക് കുറയുകയാണെങ്കിൽ അവിടെ ഡോളർ കുറച്ചുകൂടി ശക്തിപ്പെടുന്ന ഒരു കാഴ്ച കൂടി നിരക്ക് കുറയുകയാണെങ്കിൽ ഡോളർ കുറച്ചുകൂടി വീക്ക് ആകുന്ന ഒരു കാഴ്ചയുണ്ട്. ഡോളർ വീക്ക് ആകുമ്പോഴുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ലോകത്ത് എല്ലായിടത്തും ഗോൾഡ് ആയാലും സിൽവർ ആയാലും ഒക്കെ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസി എന്ന് പറഞ്ഞെങ്കിൽ ഡോളറാണ്. ആ ഒരു ഡോളറിൻ്റെ മൂല്യം തീർച്ചയായിട്ടും കുറയുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ കുറഞ്ഞ ഒരു എമൗണ്ട് നൽകിക്കൊണ്ട് തന്നെ ഗോൾഡ് ആയാലും സിൽവർ ആയാലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിലവിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US-ൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ US-ൻ്റെ ട്രഷറി ബോണ്ട് ഈൽഡുകളെ താഴോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ഗോൾഡിലായാലും സിൽവറിലുമായാലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഈ ഒരു മികച്ച ഒരു പ്രകടനത്തിനെ കാണാൻ സാധിക്കുക. ഇനിയിപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ബോണ്ട് ഈൽഡ് ഇത്രത്തോളം ഉയർന്നു എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു വോർ തന്നെയാണ്. ഈ ഒരു വോർ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇത്രത്തോളം ക്രൂഡ് പ്രൈസുകളെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ് ആകാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. എന്തുകൊണ്ട് ക്രൂഡ് പ്രൈസസിൽ കോൺഷ്യസ് ആകുന്നു? തീർച്ചയായിട്ടും ക്രൂഡ് പ്രൈസസുകൾ ഈ ഒരു നിരക്കിൽ ഇനിയും ഉയർന്നു പോവുകയാണെങ്കിൽ ലോകത്ത് എമ്പാടുമുള്ള രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് CPI കണക്കുകൾ നോക്കുകയാണെങ്കിൽ 4% മുകളിലോട്ട് പോകുന്നു. US-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കംഫർട്ടബിൾ ലെവലായിട്ടുള്ള 2% എന്ന് പറഞ്ഞ ഒരു നിരക്കിലേക്ക് ഇൻഫ്ലേഷനെ കൊണ്ടുവരാൻ സാധിക്കാതെ പോകുന്നു. ഇതിൻ്റെ ഒക്കെ തന്നെ കാരണം നമ്മൾ തേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും റോ മെറ്റീരിയൽ പ്രൈസസിലൊക്കെ തന്നെ ഉണ്ടാകിയിരിക്കുന്ന ഒരു വർധനവാണ്. ഈ ഒരു റോ മെറ്റീരിയൽ പ്രൈസസ് എന്തുകൊണ്ട് വളരുന്നു എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. തോമസ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഒരു ട്രഷറി ബോണ്ട് ഈൽഡിൻ്റെ നിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം നിലവിലിപ്പോൾ ഗോൾഡിലേക്കായാലും സിൽവറിലേക്കായാലും മുൻപുണ്ടായിരുന്ന ആ ഒരു പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ടിരുന്നതായിരുന്നു. വീണ്ടും ഒരു മുന്നേറ്റത്തിനുള്ള ഒരു അവസരം കൂടിയല്ലേ ഓപ്പൺ ആക്കുന്നത്? നിഖിൽ, US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ രീതിയിൽ തന്നെ ബോണ്ട് ഈൽഡുകൾ
കുറയ്ക്കാൻ, അത് കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു ആക്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിലൊരു കോൺട്രഡിക്ഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ കോൺട്രഡിക്ഷനിലേക്ക് വരണേക്കാട്ട് മുമ്പ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ രീതിയിൽ ഗോൾഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 10 ഇയർ 30 ഇയർ സെഗ്മെൻറ്റ്സിലൊക്കെ ട്രഷറി അവരുടെ ബോണ്ട് ബൈബാക്സ് ഡബിൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 30 ഇയർ ഈൽഡൊക്കെ 5.33% നിന്ന് 5.19% ആയിട്ട് കുറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ഗോൾഡിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഗോൾഡിന് ഈൽഡ് ഇല്ല എന്നുള്ളതാണ്. ട്രഷറി ബോണ്ടിന് ഈൽഡ് ഉണ്ട്, ഗോൾഡിന് ഈൽഡ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബോണ്ട് ഈൽഡുകൾ കുറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഗോൾഡ് ഹോൾഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കുറയുകയാണ്. അപ്പോൾ ബോണ്ടിലുണ്ടായിരുന്ന ഒരു ക്യാപിറ്റൽ ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരുന്നത് വീക്കായിട്ടുള്ള ഡോളറാണ്. ഡോളർ ഇൻഡെക്സ് വീക്ക് ആവുകയാണെങ്കിൽ, ഡോളർ ഇൻഡെക്സിലൊരു ഫോള് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഗ്ലോബലി തന്നെ ഗോൾഡ് ചീപ്പർ ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. അത് ഗോൾഡിന് ഒരു ഗ്ലോബൽ ഡിമാൻഡ് സർജിലേക്ക് നയിക്കും എന്നുള്ളതും നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. US ഡോളർ ഇൻഡെക്സ് ഇടിയുകയാണെങ്കിൽ ഗോൾഡിൽ ഒരു ഡിമാൻഡ് സർജ് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ഉള്ളത് നിഖിൽ പറഞ്ഞതുപോലെ ഓയിൽ പ്രൈസസ് ഇത്രയും വളരെ വലിയ രീതിയിലൊരു ഇൻഫ്ലേറ്റഡ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരു ഒബ്വിയസ് സേഫ് ഹേവൻ അസറ്റായിട്ട് മാറും എന്നുള്ളതാണ്. വാർ റിസ്ക് അവിടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ആക്ച്വൽ ആ വാറിൻ്റെ ആ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഒഫെൻസീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ പോലും അവിടെ ഗോൾഡിന് ഒരു സേഫ് ഹൈവൻ അസറ്റ് ഒരു സ്റ്റാറ്റസ് നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴിയും റെഡ് സീ വഴിയുമുള്ള ട്രേഡ് ഡിസ്റപ്ഷനാണ്. ഈ ഒരു 2 റൂട്ട്സ് വഴിയുള്ള ട്രേഡ് ഡിസ്റപ്ഷൻ നടക്കുകയാണെങ്കിൽ അത് ഗ്ലോബൽ ട്രേഡിനെ തന്നെ ബാധിക്കുമെന്നും അതും ഒരു ഇൻഫ്ലേഷനിലേക്ക് നയിക്കും, ഒരു സപ്ലൈ ഡിമാൻഡ് ഒരു ഇഷ്യൂവിലേക്ക് നയിക്കും എന്നുള്ളതിൻ്റെ ഒരു ഇഷ്യൂ അവിടെ നിലനിൽക്കുന്നുണ്ട്. കറൻസി ഇൻസ്റ്റെബിലിറ്റി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡോളർ ഇൻഡെക്സ് ഇടിയുകയാണെങ്കിലും ഗോൾഡിന് അതൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഈൽഡ് കർവ് കൺട്രോൾ ആണോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന രീതിയിലും ഗ്ലോബൽ എക്കണോമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഒരു അനാലിസിസ് വരുന്നുണ്ട്. അവിടെയാണ് ഈ ട്രഷറി മൂവ്, US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ബോണ്ട് ഈൽഡുകൾ കുറയ്ക്കാനുള്ള ഒരു മൂവ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, US ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലോങ് ടേം ബോണ്ട് ഈൽഡുകളൊക്കെ സപ്രസ് ചെയ്യാൻ ആക്റ്റീവ്ലി തന്നെ ശ്രമങ്ങൾ നടക്കുകയാണ്. ഇത് എന്തിനാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോറോവിങ് കോസ്റ്റ് വളരെ വലിയ രീതിയിൽ ഉയരാതിരിക്കാൻ, കടമെടുക്കാനുള്ള അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ചെലവ് വളരെ വലിയ രീതിയിൽ ഉയരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ബോണ്ട് ഈൽഡുകൾ കുറച്ച് കൊണ്ടുവരാൻ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആക്റ്റീവായിട്ട് ശ്രമങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ USൻ്റെ ഫെഡറൽ ഗവൺമെൻറ് ഡെപ്റ്റ് ഓൾ ടൈം ഹൈയിലാണ് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ഡേ ടു ഡേ ആവശ്യങ്ങൾക്കാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണെങ്കിലും ഡിഫൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും US ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ രീതിയിൽ ഡെപ്റ്റ് ഇപ്പോഴും എടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയ രീതിയിൽ ഈ ഡെപ്റ്റ് എടുക്കുന്ന, കടം എടുക്കുന്നതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എപ്പോഴും അത് എഫക്റ്റ് ചെയ്യാറുള്ളത് ഡെമോക്രാറ്റ് പ്രസിഡന്റുമാരുടെയാണ്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാരുടെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് നോമിനീസിൻ്റെ എപ്പോഴുമുള്ള ഒരു ക്യാമ്പയിൻ ലൈനാണ് മേക്ക് ദ ഗവൺമെൻറ് സ്മോളർ എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ സൈസ് കുറയ്ക്കുക, അതോടുകൂടി തന്നെ ഗവൺമെൻറ്റിൻ്റെ ചെലവ് കുറയ്ക്കുക, അതോടുകൂടി തന്നെ ഗവൺമെൻറ് എടുക്കുന്നതിൻ്റെ കടത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആണെങ്കിലും റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ വൈസ് പ്രസിഡന്റ് നോമിനീസിൻ്റെ ഒക്കെ ആണെങ്കിലും എപ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ലൈനാണ് എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോഴാണ് ഒരു റിപ്പബ്ലിക്കൻ തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിട്ട് നിലനിൽക്കുമ്പോൾ USൻ്റെ ടോട്ടൽ ഡെപ്റ്റ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്നു എന്നുള്ളത്. അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് AI കാപ്പെക്സ് ഫണ്ടിങ് ആണ്. വളരെ വലിയ രീതിയിൽ കോർപ്പറേറ്റുകളുടെ ഭാഗത്ത് നിന്ന് AI കാപ്പെക്സിന് വേണ്ടിയിട്ട് ബോറോവിങ്സിലേക്ക് കടക്കുന്നു എന്നുള്ളത്. മെറ്റ നോക്കുകയാണെങ്കിലും ഗൂഗിൾ പാരന്റ് കമ്പനി ആൽഫബറ്റ് നോക്കുകയാണെങ്കിലും AI കാപ്പെക്സിന് വേണ്ടിയിട്ട് കടമെടുക്കുന്നു എന്നുള്ളതും ഒരു ഫാക്ടറായിട്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ ഫിയേഴ്സും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബോണ്ട് ഈൽഡ്സിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. സോ ഈൽഡ്സ് ഇനിയും
വളരുകയാണെങ്കിൽ, ബോണ്ട് yields ഇനിയും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് എക്കണോമി സ്ലോ ചെയ്യുന്ന ഒരു എഫക്റ്റിലേക്കാണ് നയിക്കുക എന്നുള്ളത് US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഇനി മിഡ് ടേംസിലേക്ക് അടുക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ഫാക്ടറായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വർക്കൗട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കോൺട്രഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ, US ഫെഡറൽ റിസർവിൻ്റെ ഔട്ട്ലുക്ക് എന്നുള്ളത് ഒരു റേറ്റ് കട്ടിന് തീരെ സാധ്യതയില്ല, റേറ്റ് ഹോൾഡിനാണ് വളരെ വലിയൊരു സാധ്യതയായി പറയുന്നത്. എന്നാൽ ഈ ഇറാനിലത്തെ ഈ ഒരു ഇഷ്യൂ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ WTI ക്രൂഡ് ഓയിലും ബ്രന്റ് ക്രൂഡ് ഓയിലും വളരെ വലിയ രീതിയിൽ തന്നെ ആ ഒരു പ്രൈസ് പോയിന്റ് ഇൻഫ്ലേറ്റഡ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ US ഡൊമസ്റ്റിക് എക്കണോമിയിൽ ആ ഒരു അവരുടെ ഗ്യാസലിൻ പ്രൈസസ് ഒക്കെ ഇൻഫ്ലേറ്റഡ് ആയി നിലനിൽക്കും എന്നുള്ളതാണ്. ആ ഗ്യാസലിൻ പ്രൈസ് ഇൻഫ്ലേറ്റഡ് ആയി നിലനിൽക്കുകയാണെങ്കിൽ അത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുകയും US ഫെഡറൽ റിസർവിന് ഒരു റേറ്റ് ഹൈക്കിന് പോവാതിരിക്കാനുള്ള സാധ്യത കുറയുകയുമാണ് ചെയ്യുന്നത്. സോ ഒരു ഇൻഫ്ലേഷൻ റിസ്കിൻ്റെ ഇപ്പോഴും ഒരു അപ്വേർഡ് സ്ക്യൂ ആണ് US ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. സോ റേറ്റ് ഹൈക്സ് ഒക്കെ ഓൺ ദ ടേബിൾ എന്ന രീതിയിലാണ് US ഫെഡറൽ റിസർവ് ചെയറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതൊക്കെ. അത് ആ ഒരു സമയത്താണ് ഇപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രഷറിയുടെ ഭാഗത്ത് നിന്ന് ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് ഈസ് ചെയ്യാൻ, yields കുറയ്ക്കാൻ വേണ്ടി ഒരു ആക്ഷൻ കാണുന്നു. അതേസമയം US ഫെഡറൽ റിസർവ് ഒരു ടൈറ്റനിങ് ബൈസിലേക്ക് മൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ USലത്തെ പ്രധാനപ്പെട്ട 2 എക്കണോമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒന്ന് US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റൊന്ന് US ഫെഡറൽ റിസർവ്, ഈ 2 എക്കണോമിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും 2 പോളിസീസുമായി മുമ്പോട്ട് പോകുമ്പോൾ അത് നയിക്കാൻ പോകുന്നത് ഒരു ഹൈ വോളറ്റിലിറ്റിയിലേക്കാണ്. ഡൊമസ്റ്റിക് ആയിട്ടും ആ വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും, ഗ്ലോബലായിട്ടും ആ വോളറ്റിലിറ്റി നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വോളറ്റിലിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരു ലീഡ് ചെയ്യാൻ പോകുന്നത് ഗോൾഡിന് പിന്നെയും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു ക്യാരക്ടറിസ്റ്റിക് കൊടുക്കുകയാണ്. ലൈക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇറാൻ US-ൻ്റെ ഒരു റിസ്ക് അവിടെ നിൽക്കുന്നു. അതുകൂടാതെ തന്നെ ഇങ്ങനൊരു പോളിസി ഡൈവേർജൻസ് വരുന്നത് കാരണം US ഡൊമസ്റ്റിക് എക്കണോമിയിൽ തന്നെ ഒരു വോളറ്റിലിറ്റിയിലേക്ക് വരുമ്പോൾ അത് ഗോൾഡിന് കൂടുതലായിട്ട് ഒരു അട്രാക്റ്റീവ് ക്യാരക്ടറാണ് നൽകാൻ പോകുന്നതിന്. അത് മിഡിൽ ഈസ്റ്റിൽ ഒരു ടെൻഷൻ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഒരു ഓയിൽ പ്രൈസസിൽ വലിയ രീതിയിലുള്ള ഒരു ഹൈക്ക് തന്നെയായിരുന്നു ഉണ്ടായി വന്നത്. അതിനുശേഷം ഇൻഫ്ലേഷൻ കൺസേൺസ് വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് US ഫെഡ് ആയാലും മറ്റ് സെൻട്രൽ ബാങ്കുകളായാലും ഒക്കെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെ തന്നെ വരുന്നു. അതായിരുന്നു ഈ ഒരു ബോണ്ട് yield വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണമായിട്ട് നിലനിന്നിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലോങ് ടേം ബോണ്ട് yieldകളുടെ ഒക്കെ തന്നെ ഒരു ബൈബാക്ക് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഡോളറിൽ ഒരു വീക്ക്നെസ് ഉണ്ടാകുന്നു. ആ ഒരു yield കുറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിലും സിൽവർ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇന്ത്യയെ ഈ ഒരു വോർ എങ്ങനെ ബാധിച്ചു, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഉയർന്ന പ്രൈസസ് എങ്ങനെ ബാധിച്ചു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള ഒരു കണക്ക് 2026 മാസത്തിൽ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ബില്ല് ആയിട്ട് ഇന്ത്യ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 63.4 ബില്യൺ എന്ന് പറയുന്ന ഹ്യൂമങ്കസ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഇന്ത്യക്ക് ഇപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ഇതേ ഒരു കാലയളവിൽ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്കാകെ 40.5 ബില്യൺ മാത്രമേ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇയർ ഓൺ ഇയർ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്നുള്ള ഒരു നഷ്ടം എന്ന് പറയുന്നത് 56.5% വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളൊരു കൺസേണിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഓയിലിൻ്റെ ഒരു ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ഈ വർഷം 81.9 മില്യൺ ടണ്ണാണ് നമ്മൾ ഏപ്രിൽ ടു ജൂലൈയിൽ വാങ്ങിയിട്ടുള്ളത്. സമാന കാലയളവിൽ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 81.5 എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ്. അതായത് നമ്മൾ വാങ്ങിയിരിക്കുന്ന ക്വാണ്ടിറ്റി പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആകെ നോക്കുകയാണെങ്കിൽ 0.4 മില്യൻ്റെ ഒരു മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ നമ്മൾ എമൗണ്ട് നോക്കുകയാണെങ്കിൽ 56.5% ഒരു വലിയ ഒരു വളർച്ച തന്നെ ഉണ്ടായിരിക്കുന്നു. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റുകൾക്ക് തീർച്ചയായിട്ടും കാരണമാകും. ഇന്ത്യൻ രൂപയുടെ ഒരു വീക്ക്നെസ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ രൂപ ഇത്രത്തോളം ഇടിയുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നിലവിലിപ്പോൾ ഈ ഒരു കണക്ക് നിലവിലിപ്പോൾ അനാവരണം ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ രൂപയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ നിലവിലിപ്പോൾ ഡോളറിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. നിലവിലിപ്പോൾ ഇന്ത്യയുടെ ഒരു ക്രൂഡ് ബാസ്ക്കറ്റ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ
ഏകദേശം $114.48 പെർ ബാരൽ എന്ന് പറഞ്ഞ ഒരു നിരക്കിലായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മെയ് മാസത്തിൽ നോക്കുകയാണെങ്കിൽ അത് $106.23 പെർ ബാരൽ എന്ന് പറയുന്ന നിരക്കിലേക്ക് കുറയുന്നു. ജൂലൈയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് വീണ്ടും കുറയുന്നു, ഏകദേശം $82 പെർ ബാരൽ എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ്. എന്നാൽ 2025 ജൂലൈയിലെ കണക്കുകൾ നോക്കുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിട്ട് വരുന്നത്. അപ്പോഴുള്ള ഒരു നിരക്ക് എന്ന് പറയുന്നത് $71 താഴെയായിരുന്നു. ആ ഒരു $71 താഴെയുണ്ടായിരുന്ന ഒരു നിരക്കിൽ നിന്നാണ് നിലവിൽ നമ്മളിപ്പോൾ $10 മുകളിൽ നൽകേണ്ട ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നിലവിലിപ്പോൾ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേണിംഗ് ഫാക്ടറായിട്ട് നിലവിലിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈ മാസത്തെ മാത്രം ഇമ്പോർട്ടിൻ്റെ ഒരു ബില്ല് നോക്കുകയാണെങ്കിൽ 2025 $9.7 ബില്യൺ ആയിരുന്നത് നിലവിലിപ്പോൾ $13.7 ബില്യൺ ആയിട്ടുള്ള ഒരു വർധനവ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനിടയിൽ മാത്രം 41% ഒരു വളർച്ച തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇറാൻ US ടെൻഷൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിവട്ടൽ പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും $90 പെർ ബാരൽ എന്ന് പറഞ്ഞ ആ ഒരു ക്രിട്ടിക്കൽ ലെവലിൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് ലെവലിൽ നിലനിൽക്കുന്നു. താഴോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കുറവാണ്. എന്നാൽ മുകളിലോട്ട് വലിയ തോതിൽ ഉയരുന്നില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം നൽകുന്ന ഒരു ഫാക്ടറായിട്ടുള്ളത്. തോമസ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ട് ബിൽ ഏതൊക്കെ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക? നിഖിൽ, ഇമ്പോർട്ട് ബില്ലിൻ്റെ ഇമ്പാക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ വരേണ്ടത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ബാസ്ക്കറ്റ് പ്രൈസിലേക്കാണ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഖിൽ പറഞ്ഞതുപോലെ ഏപ്രിൽ $114, മെയ്യിൽ $106, ജൂണിൽ $83, ജൂലൈയിൽ $82 ഇപ്പോൾ നമ്മൾ മന്ത്ലി ആവറേജ് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ബാസ്ക്കറ്റ് വരുന്നത് 88.94, നമുക്ക് $89 എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് നിൽക്കുന്നത് $91, $92 പെർ ബാരൽ എന്ന റേഞ്ചിലാണ്. അവിടെയാണ് ഓഗസ്റ്റ് 18 ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ബാസ്ക്കറ്റ് പ്രൈസ് എന്നുള്ളത് $92 പെർ ബാരൽ ആണ്. $92 പെർ ബാരൽ എന്നുള്ളത് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിലാണ്. സോ ഇന്ത്യയുടെ ഇമ്പോർട്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ $90 പെർ ബാരൽ എന്നാൽ മാർക്ക് കടന്നിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ ഒഫീഷ്യലായിട്ട് PPAC റിപ്പോർട്ട് പ്രകാരം നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് ഒന്ന്, ഗ്ലോബൽ കൊമോഡിറ്റി മാർക്കറ്റിൽ ഓയിലിനുണ്ടായിട്ടുള്ള പ്രൈസ് ഇൻഫ്ലേഷൻ ഒരു ഫാക്ടറായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരുന്നത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇടിഞ്ഞു എന്നുള്ളതാണ്. 9.7 മില്യൺ മെട്രിക് ടണ്ണിൽ നിന്ന് 9.1 മില്യൺ മെട്രിക് ടണ്ണായിട്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അപ്സ്ട്രീം സെക്ടറിലൊക്കെ ഒരു സ്റ്റാഗ്നൻസി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ ഇമ്പോർട്ട് ഹെവി ഡിപ്പെൻഡൻ്റ് ആവുന്നു എന്നുള്ളത് ഗ്ലോബൽ പ്രൈസ് ഷോക്ക് വരുമ്പോൾ അതിൽ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടുതലായിട്ട് പ്രഷറൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി മൂവ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ തന്നെയാണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓയിൽ ഇമ്പോർട്ടർ ഇൻ ദ വേൾഡ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓയിൽ ബില്ല് കൂടുകയാണെങ്കിൽ ഒരു ട്രേഡ് ഡെഫിസിറ്റിലേക്ക്, ഒരു വൈഡർ ട്രേഡ് ഡെഫിസിറ്റിലേക്ക് അത് മാറും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എക്സ്പാൻഷനിലേക്ക് നയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മാക്രോ സ്റ്റെബിലിറ്റിയൊക്കെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നിഖിൽ പറഞ്ഞതുപോലെ റുപ്പി ഡിപ്രിസിയേഷൻ റിസ്കുകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്. ഒരു 80, 81, 82 റുപ്പി പെർ ഡോളർ എന്ന റേഞ്ചിൽ നിന്ന് $94, $95 റുപ്പി പെർ ഡോളർ എന്ന റേഞ്ചിൽ ഇപ്പോൾ ഒരു പുതിയ ന്യൂ നോർമലിലാണ് ഇന്ത്യൻ രൂപ നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ന്യൂ നോർമൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഫെബ്രുവരി 28 ശേഷം ഈ ഒരു US ഇറാൻ വാർ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ആ ഒരു റുപ്പി വീക്കനിങ് ആണ് ഈ 94, 95 എന്ന റേഞ്ചിലേക്ക്, ഒരു വീക്കെൻഡ് റേഞ്ചിലേക്ക് ഇന്ത്യൻ രൂപ എത്തുകയും അതൊരു ന്യൂ നോർമലായി മാറുകയും ചെയ്യുന്നത്. ഇനിയും ഒരു $90 പെർ ബാരൽ എന്ന ലെവലിന് മുകളിലായി ക്രൂഡ് ഓയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റുപ്പിക്ക് വലിയ രീതിയിലൊരു കൂടുതലായിട്ടൊരു പ്രഷർ ലഭിക്കും എന്നുള്ളതാണ്. നിഖിൽ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് വരുന്നത് നമ്മൾ $70 പെർ ബാരലാണ് ഒരു പ്രീ വാർ പീരീഡിൽ ക്രൂഡ് ഓയിൽ പ്രൈസസിൻ്റെ ഒരു നോർമൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ $80 പെർ ബാരലായി ഒരു ബെഞ്ച് മാർക്ക് എന്നുള്ളത്. ഇപ്പോൾ ബെഞ്ച് മാർക്ക് എന്നുള്ളത് $90 പെർ ബാരൽ ആവുകയാണ്. ഇവിടെയാണ് US-ൻ്റെ ഭാഗത്തു നിന്ന് ഇറാനെ ഡീൽ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഷിഫ്റ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം
ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഒഫെൻസീവ് ഓപ്പറേഷൻ വഴി ഒരു മിലിറ്ററി ഓപ്പറേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ $115 പെർ ബാരൽ എന്ന റേഞ്ചിലേക്കും $120 $125 വളരെ വലിയ രീതിയിലുള്ള ഒരു സ്പൈക്ക് നമുക്ക് ക്രൂഡ് ഓയിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. $85 $80 $75 ഒക്കെ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇടിയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു എക്കണോമിക് വാർഫെയറിലേക്ക് പോകുമ്പോൾ അതിനർത്ഥം വരുന്നത് വളരെ വലിയ രീതിയിലുള്ള ഷോക്കുകളൊന്നും, വളരെ വലിയ രീതിയിലുള്ള ഒരു സർപ്രൈസസ് ഒന്നും വാർ ഫ്രണ്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ $90 പെർ ബാരൽ, $92 പെർ ബാരൽ എന്നുള്ളത് ഒരു നോർമലൈസ് റേറ്റായി മാറും എന്നുള്ളതാണ്. സോ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നോളം കാലം, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലും റെഡ് സീയിലും ഒരു ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഒരു വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് പ്രൈസസ്, ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് പ്രൈസസ് ഈ ഒരു $90, $91, $92 പെർ ബാരൽ റേഞ്ചിൽ തുടരും എന്നുള്ളതാണ്. ആ ഒരു റേഞ്ചിൽ വളരെയധികം കാലത്തേക്ക് തുടരുകയാണെങ്കിൽ 70 ഉണ്ടായിരുന്ന ഒരു ബെഞ്ച് മാർക്ക് പ്രൈസ് എന്നുള്ളത് 80 ഉയരുകയും 80 ഉണ്ടായിരുന്ന ബെഞ്ച് മാർക്ക് പ്രൈസ് 90 ഉയരുകയും ചെയ്യുകയാണെങ്കിൽ ഓവറോൾ ഗ്ലോബൽ ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ ഒരു നോർമൽ പ്രൈസ് ഉള്ളത് $90 പെർ ബാരൽ എന്നായി മാറും എന്നുള്ളതാണ്. അത് വളരെ വലിയ രീതിയിൽ ഇമ്പോർട്ട് ബില്ലിൽ, ഈ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം മാക്രോ എക്കണോമിയെ തന്നെ വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഫാക്ടറായിട്ട് അത് മാറും എന്നുള്ളതാണ്. ഈ ഒരു നമ്മൾ കണ്ടതാണ് ഫെബ്രുവരിക്ക് ശേഷം ഏപ്രിൽ മാസത്തിലാണെങ്കിലും മാർച്ച് മാസത്തിലാണെങ്കിലും ഈ ഒരു ഇൻഫ്ലേഷൻ്റെ ഒരു സ്റ്റേജ് നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ WPI ആണ് ഇതിനൊരു ഇമ്പാക്റ്റ് കാണാൻ സാധിക്കുക. ഫ്യൂവൽ പ്രൈസസിലാണെങ്കിലും പെട്രോ കെമിക്കൽ പ്രൈസിലാണെങ്കിലും ലോജിസ്റ്റിക് പ്രൈസസിലാണെങ്കിലുമാണ് ആദ്യത്തെ ഒരു ഇൻഫ്ലേഷൻ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷമാണ് കൺസ്യൂമർ ഇൻഫ്ലേഷനിലേക്ക് CPI ഇത് മാറുന്നത്. ഫുഡ് പ്രൈസസിൽ മാറ്റം വരും, ട്രാൻസ്പോർട്ട് ചെലവിൽ മാറ്റം വരും, FMCG പ്രൊഡക്ട്സിൻ്റെ പ്രൈസിങ്ങിലും വളരെ വലിയ രീതിയിലൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഓയിൽ ഒരു ബേസ് ലെയർ ഇൻഫ്ലേഷൻ ട്രിഗറായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന നിലയിൽ ഫിസ്ക്കലായിട്ട് ഇത് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒബ്വിയസ്ലി ഈ ഹയർ ക്രൂഡ് പ്രൈസസ് ഒക്കെ സാധാരണ ജനങ്ങളിലേക്ക്, കൺസ്യൂമേഴ്സിലേക്ക് ഇത് പാസ് ഓൺ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ഗവൺമെൻറ് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിലേക്കും അതുകൂടാതെ തന്നെ ഇൻഫ്ലേഷനിലേക്കും നയിക്കുമ്പോൾ അവിടെ ഒരു മാക്രോ സ്ട്രെസ് വളരെ വലിയ രീതിയിൽ ഉയരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ RBIയുടെ ഭാഗത്തു നിന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് റേറ്റ് കട്ടുകൾ ഡിലേ ചെയ്യേണ്ടി വരുമോ? ഇപ്പോൾ US ഫെഡറൽ റിസർവ് ഫോളോ ചെയ്യുന്ന ഹോൾഡ് ചെയ്യുക എന്നൊരു പോളിസി RBIയും ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ $90 പെർ ബാരലും $92 പെർ ബാരലും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് ലോങ് ടേമിൽ മാക്രോ എക്കണോമിയെ ഇമ്പാക്റ്റ് ചെയ്യുക എന്നൊന്ന് ഗെയ്ജ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹയർ റേറ്റിലേക്ക് പോകേണ്ടി വരുമോ, റേറ്റ് ഹൈക്കിലേക്ക് RBI പോകേണ്ടി വരുമോ എന്നുള്ളത് വളരെ വലിയ രീതിയിൽ തന്നെ നമ്മൾ നോക്കി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് നിഖിൽ. ഇനിയിപ്പോൾ ക്രൂഡ് പ്രൈസിലുണ്ടായിരിക്കുന്ന ഈ ഒരു ഹൈക്കൊക്കെ തന്നെ ഏത് സെക്ടേഴ്സിനെയും അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളെയുമായിരിക്കും പ്രധാനമായിട്ടും ഇമ്പാക്റ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഇമ്പാക്റ്റ് നമുക്ക് കണ്ടു തുടങ്ങുക എയർലൈൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും. അതായത് ഏവിയേഷൻ ഫ്യൂവലിലൊക്കെ തന്നെ ക്രൂഡ് പ്രൈസസ് ഈ ഒരു ഉയർന്ന നിരക്കിൽ നിൽക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെയുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇത് തീർച്ചയായിട്ടും ഇൻഡിഗോ അടക്കമുള്ള ഓഹരികൾക്കൊക്കെ തന്നെ ഒരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് പെയിൻറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളമാണ്. പെയിൻറ്റ് എന്ന് പറയുന്നതും ക്രൂഡിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ് അടക്കമുള്ള അല്ലെങ്കിൽ ബർജർ പെയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒക്കെ തന്നെയുള്ളൊരു ഓഹരികൾക്കും ഒരു തിരിച്ചടി നിലവിലിപ്പോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടാതെ നോക്കുകയാണെങ്കിൽ പെട്രോ കെമിക്കൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ക്രൂഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു റോ മെറ്റീരിയലായിട്ട് വരുന്ന ഒരു ഉൽപ്പന്നമാണ് എന്നത് ഒരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ നോക്കുകയാണെങ്കിൽ ക്രൂഡ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു വോറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ക്രൂഡിൽ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത് എന്നതെന്ന് കൂടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിൽ അടക്കം ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. കൂടാതെ ക്രൂഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അടക്കമായിട്ടുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ റോ മെറ്റീരിയലായിട്ട് വരുന്ന ഒരു വസ്തുവാണ് എന്നതുകൊണ്ട് തന്നെ ഇതിന് വളരെ വൈഡായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും. ചില സമയങ്ങളിലൊക്കെ തന്നെ ഒരു നേരിയ തോതിലാണെങ്കിൽ പോലും ഫാർമ മേഖലയെ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടി ഈ ഒരു ക്രൂഡിന് സാധിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൂടാതെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ഒരു പെർഫോമൻസ്
പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഇത് സീവിയറായിട്ട് തന്നെ ബാധിക്കും. കാരണം ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ഉയർന്ന ഒരു എമൗണ്ടിൽ ക്രൂഡ് വാങ്ങിയതിന് ശേഷമാണ് അവർ ഇന്ത്യയിലേക്ക് വിൽക്കുന്നത്. ആ ഒരു ഉയർന്ന എമൗണ്ടിൽ ക്രൂഡ് വാങ്ങുമ്പോഴും ഇന്ത്യയിലേക്ക് ഡൊമസ്റ്റിക് പ്രൈസിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റല്ല പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ തന്നെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ തന്നെ അനുമതിയൊക്കെ തന്നെ ആവശ്യമായിട്ട് വേണ്ടി വരും എന്നുള്ള ഫാക്ടേഴ്സൊക്കെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ അവിടെയുണ്ട് എന്നതുകൊണ്ട് തന്നെ HPCL ആയാലും BPCL ആയാലും അടക്കമുള്ള കമ്പനികൾക്ക് ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. കൂടാതെ എനർജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രികളിലും, അതായത് ക്രൂഡ് ഓയിലിൻ്റെ ബൈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഇൻഡസ്ട്രികളെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും ഉള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമുണ്ട്. കൂടാതെ റോഡ് ട്രാൻസ്പോർട്ട് നോക്കുകയാണെങ്കിലും ലോജിസ്റ്റിക് മേഖലയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിലും ഒരു ഹയർ കോസ്റ്റ് വഹിക്കേണ്ട ഒരു സിറ്റുവേഷൻ കൂടി ക്രൂഡിൻ്റെ വില ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഉണ്ടാക്കും. ഇത് തീർച്ചയായിട്ടും രാജ്യത്ത് ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്ലോബൽ ക്യൂസോ അല്ലെങ്കിൽ വോറിൻ്റെ സിറ്റുവേഷൻസോ അല്ല ഉള്ളത്. എന്നാലും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിലും മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിലും പല രീതിയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ ഉണ്ടായി വരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് എടുത്ത് കാണേണ്ട ഒരു ഫാക്ടറായിട്ട് കൂടി നിലവിലിപ്പോൾ സൂചിപ്പിക്കാനായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. തോമസ്, ഇങ്ങനെ വലിയ രീതിയിൽ ഓയിൽ പ്രൈസസ് ഇൻഫ്ലേറ്റഡ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ അതിൽ വിന്ന് ചെയ്യാൻ പോകുന്ന കമ്പനീസ് നോക്കുകയാണെങ്കിൽ അപ്സ്ട്രീം ഓയിൽ കമ്പനീസാണ് ഒരു അഡ്വാൻറ്റേജസ് പൊസിഷന് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ONGC ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പോലെയുള്ള കമ്പനികൾ ഹയർ ക്രൂഡ് ഓയിൽ പ്രൈസസ് വരികയാണെങ്കിൽ അവരുടെ റിയലൈസേഷൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് അവരുടെ കമ്പനികളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. ഇനിയിപ്പോൾ റിഫൈനേഴ്സിലേക്ക് വരികയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിനും ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു പ്ലേ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതൊരു കണ്ടീഷനിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എക്സ്പോർട്ട് ബില്ലിൽ ഒരു എക്സ്ട്രാ ടാക്സ് കൊണ്ടുവരികയാണ്, ഒരു വിൻഫോൾ ടാക്സ് കൊണ്ടുവരികയാണെങ്കിൽ അത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു പ്രോഫിറ്റിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് എക്സ്പോർട്ട് തുടർന്നോട്ടെ, അതിലിപ്പോൾ വിൻഫോൾ ടാക്സിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന് അവരുടെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ബിസിനസ്സൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ തന്നെ പ്രോഫിറ്റ്സ് റേക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഓയിൽ ഇൻഫ്ലേറ്റഡ് ആയിട്ട് തുടരുകയാണെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്രൂഡ് അവർക്ക് വലിയ രീതിയിൽ മറ്റ് അറേഞ്ച്മെൻറ്റ്സ് വഴി ഇപ്പോൾ വെനസ്വലയിൽ നിന്നൊക്കെ ഡിസ്കൗണ്ടഡ് ക്രൂഡ് ഓയിൽ ലഭിക്കുകയാണെങ്കിൽ അത് റിഫൈൻ ചെയ്തുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് പ്രൈസസിൽ തന്നെ വിൽക്കാൻ സാധിക്കും എന്നുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള റിഫൈനേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഫാക്ടറായിട്ട് വർക്കൗട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇതിലൊരു ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ രീതിയിൽ നഷ്ടം സഹിക്കാൻ പോകുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലാസ്റ്റ് ആയിട്ട് ലൈക്ക് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ പ്രൈസസ് ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ ടോട്ടൽ ഒരു ലോസ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനികളിലൊക്കെ മാർക്കറ്റ് ക്യാപ്പിനെക്കാട്ടും വലിയൊരു ലോസിലേക്കാണ് ഒരു 6 മന്ത് പ്രൊജക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇനിയും വലിയ രീതിയിൽ ഓയിൽ പ്രൈസസ് ഇൻഫ്ലേറ്റഡ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഈ ഹൈ ഇൻഫ്ലേറ്റഡ് ഓയിൽ പ്രൈസസ് കൺസ്യൂമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യേണ്ട എന്നൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയത്തിനും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനും വളരെ വലിയ രീതിയിലൊരു മാർജിൻ സ്ക്വീസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനും വലിയ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നഷ്ടത്തിലേക്ക് ഈ കമ്പനികൾ ക്വാർട്ടർ റിസൾട്ട്സിൽ പോകുമോ എന്നതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അടുത്തായിട്ട് ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ എടുത്തു കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജ്വല്ലറി സ്റ്റോക്കുകളുടെ ഒരു കാര്യത്തിലാണ്. ജ്വല്ലറി മേഖലയുടെ ഒരു പ്രകടനം ഈ ഒരു കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കുമ്പോൾ മാർക്കറ്റ് ലീഡറായിട്ടുള്ള ടൈറ്റൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 42.6% ഒരു വളർച്ചയുണ്ടാകുന്നു. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 63%-ഓളമുള്ളൊരു നേട്ടവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ജ്വല്ലറി മേഖലയിലുള്ള മറ്റ് മിഡ് ക്യാപ് കമ്പനികളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിലും അവർക്കും നിലവിലിപ്പോൾ ടൈറ്റനേക്കാൾ വേഗത്തിലുള്ള ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ വാല്യുവേഷൻ വൈസ് പരിശോധിക്കുകയാണെങ്കിൽ ടൈറ്റനേക്കാൾ താഴെ നിൽക്കുന്ന വാല്യുവേഷനുള്ള ചില കമ്പനികളെയാണ് നമുക്ക് ചില ഓഹരികളെയാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കമ്പനി ആയിട്ടുള്ളത് തങ്കമയിൽ ജ്വല്ലേഴ്സ് ആണ്. തങ്കമയിൽ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പോൾ ഏകദേശം 71% ഒരു വളർച്ചയാണ് തങ്കമയിൽ ജ്വല്ലേഴ്സിൽ ഉണ്ടായിരിക്കുന്നത്. പ്രോഫിറ്റ്
ഗ്രോത്ത് എന്ന് പറയുന്നത് 86%. നിലവിലെ ഒരു PE എന്ന് പറയുന്നത് 43.5 എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ് തങ്കമയിലിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത്. ടൈറ്റനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടൈറ്റന് 77 മടങ്ങ് എന്നുള്ള നിരക്കിലാണ് നിലവിലിപ്പോൾ PE ഉള്ളത്. ഈ ഒരു PE ഉയർന്നു നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ടൈറ്റൻ ഒരിക്കലും ഒരു മോശം കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഇല്ലാത്ത ഒരു കമ്പനിയാണ് എന്നതല്ല പറയുന്നത്. ജ്വല്ലറി മേഖല പരിശോധിക്കുകയാണെങ്കിൽ ജ്വല്ലറിയിൽ ടൈറ്റൻ അല്ലാതെ അതിന് പുറത്ത് മികച്ച ചില ഓഹരികൾ നിലനിൽക്കുന്നു എന്ന് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിലവിലിപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ തങ്കമയിൽ ജ്വല്ലറീസ് നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ഓഹരിയുടെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 44% ഒരു വളർച്ചയുണ്ടായിരിക്കും. അതായത് ജ്വല്ലറി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഒരു സീസണൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. എന്നാൽ അതിലൊരു സെയിം സ്റ്റോറിൽ, അതായത് ഒരേ സ്റ്റോറിൽ നിന്ന് ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുമ്പോൾ 44% ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു വർഷത്തിനിടയിൽ ഒരിക്കലും 40% മുകളിലൊന്നും തന്നെ ഗോൾഡിൻ്റെ ബൈയിങ് ഇൻട്രസ്റ്റ് എന്തായാലും ഉയരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിലും വളരെ കുറവാണ്. ഗോൾഡിൻ്റെ ഒരു സെയിൽസ് നോക്കുകയാണെങ്കിൽ മുൻ വർഷം ഏകദേശം 1486 കിലോഗ്രാം വിറ്റിരുന്ന ഒരു എടുത്തു നിന്ന് നിലവിലിപ്പോൾ തങ്കമയിലിനെ സംബന്ധിച്ചിടത്തോളം 1620 കിലോഗ്രാം വിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റാണ് തങ്കമയിൽ ജ്വല്ലേഴ്സിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലാണ് കമ്പനി മെയിനായിട്ട് നിലവിലിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും മെയിനായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്നതും ഒക്കെ തന്നെയാണ് തങ്കമയിലിനെ സംബന്ധിച്ചിടത്തോളം. മറ്റ് ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് നിലവിലിപ്പോൾ തങ്കമയിലിൻ്റേത് പരിശോധിക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള 25.5% നിലനിൽക്കുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ 28% എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ്. പ്രോഫിറ്റ് വേരിയേഷൻസ് ഒക്കെ തന്നെ നോക്കുകയാണെങ്കിൽ 32.5%. ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ ഒരു 5 ഇയേഴ്സ് കാലയളവിൽ 5.47% ആയിരുന്നത് നിലവിലിപ്പോൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരിക്കുന്നു എന്നതൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻട്രസ്റ്റ് കവറേജ് നോക്കുകയാണെങ്കിലും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു. ഡെറ്റ് ടു ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ ആകെ 0.64 എന്ന് പറഞ്ഞ ഒരു ലോവർ ആയിട്ടുള്ള ഒരു നിരക്കിലാണ് തങ്കമയിലുള്ളത്. തോമസ്, നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ജ്വല്ലറി മാർക്കറ്റിൽ നിന്ന് നിലവിലിപ്പോൾ ടൈറ്റൻ അല്ലാതെ തങ്കമയിൽ ഒരു മികച്ച പ്രകടനം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് ഏതൊക്കെ ഓഹരികളാണ് ഈ ഒരു ക്വാർട്ടറിൽ ഒരു മികച്ച പ്രകടനം രേഖപ്പെടുത്തിയിരിക്കുന്നത്? കല്യാൺ ജ്വല്ലേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും. റവന്യൂ 45.7% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു SSSG നോക്കുകയാണെങ്കിൽ 28% എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. നമ്മൾക്ക് കല്യാൺ നോക്കുകയാണെങ്കിൽ കല്യാണിൻ്റെ ബിസിനസ് മോഡൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അവർ സ്റ്റോർ എക്സ്പാൻഷൻ സ്ട്രാറ്റജി വളരെ അഗ്രസീവായിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. 354 സ്റ്റോറുകൾ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിൽ 38 സ്റ്റോറുകളും ഇനിയും കൂടുതലായിട്ട് ഒരു സ്റ്റോർ എക്സ്പാൻഷൻ സ്ട്രാറ്റജിയിലേക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ് മാറുന്നത് എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യയിൽ ഓൾറെഡി കല്യാൺ ജ്വല്ലേഴ്സിന് സ്ട്രോങ് പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിലേക്കും ഇനിയൊരു സ്ട്രോങ് പ്രസൻസ് വർദ്ധിപ്പിക്കാനുള്ളൊരു സ്ട്രാറ്റജി അവരുടെ ഭാഗമായിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് ഇന്ത്യൻ സിറ്റീസിലേക്ക് എങ്ങനെയാണ് കല്യാൺ ജ്വല്ലേഴ്സ് അവരുടെ ബിസിനസ് പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് ഫ്യൂച്ചർ ഗ്രോത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രോത്ത് ഫാക്ടറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരുന്നത് ടൈറ്റാനിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ബ്രാൻഡ് റീകോൾ വളരെ വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില കൺസേൺസ് നോക്കുകയാണെങ്കിൽ ടൈറ്റാനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ മാർജിൻസ് കുറവാണ് എന്നുള്ളത് ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് മാർക്കറ്റ് അനലിസ്റ്റുകൾ നോക്കിക്കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് മാറുന്നത് എക്സ്പാൻഷൻ ലെഡ് ഗ്രോത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു അഗ്രസീവ് സ്റ്റോർ എക്സ്പാൻഷനിലേക്ക് കടക്കുമ്പോൾ അതൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. സോ അങ്ങനെ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയിൽ അവിടെയും ഒരു റിസ്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത് കല്യാൺ ജ്വല്ലേഴ്സിനെയും ടൈറ്റാനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ഒരു പ്യുവർ ജ്വല്ലറി പ്ലെയർ ആണ്. ടൈറ്റൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്യുവർ ജ്വല്ലറി കമ്പനി എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ടൈറ്റാൻ ഒരു കൺസ്യൂമർ ബ്രാൻഡാണ്, ഒരു റീറ്റെയിൽ പ്ലെയർ ആണ്. ട്രസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് കൺസ്യൂമർ ബ്രാൻഡ് ആണെങ്കിലും റീറ്റെയിലാണെങ്കിലും വളരെ വലിയ രീതിയിൽ തന്നെ ഒരു പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ടൈറ്റാൻ എന്നുള്ളത്. സോ ഓവറോൾ നോക്കുമ്പോൾ തന്നെ കല്യാൺ ഒരു പ്യുവർ ജ്വല്ലറി പ്ലെയർ ആവുകയും അതേസമയം ടൈറ്റാൻ ഒരു കൺസ്യൂമർ ബ്രാൻഡ് ആണ്
എന്നുള്ളതും അവരുടെ ബിസിനസ് മോഡലിൽ തന്നെയുള്ള ഒരു ഡിഫറൻസ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ PE നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ടൈറ്റാൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ PE 42 ആണ്. വളരെ ചീപ്പ് ആണെന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ടൈറ്റാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടഡ് സ്റ്റേജിലാണ് ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ PE ഉള്ളത് എന്നുള്ളതാണ്. ഒരു സ്കെയിൽ ചലഞ്ചർ എന്ന രീതിയിൽ ടൈറ്റാനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു സ്റ്റോർ എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിലും സ്കെയിൽ നോക്കുകയാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ടൈറ്റാനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു പൊസിഷനിങ്ങിലാണ് കല്യാൺ നിൽക്കുന്നത് എന്ന് മാർക്കറ്റ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. അതേസമയം ഗ്രോത്ത് ലെഡ് മോഡലിൽ നിന്ന് എഫിഷ്യൻസി മോഡലിലേക്ക് കല്യാൺ ജ്വല്ലേഴ്സ് എങ്ങനെയാണ് ട്രാൻസിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഫ്യൂച്ചർ ഗ്രോത്ത് ഫാക്ടറായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ എടുത്ത് പറയുന്നത്. നിഖിൽ, അതായിട്ട് PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സിലേക്കായിരുന്നു വരാനായിട്ടുള്ളത്. PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് നോക്കുകയാണെങ്കിലും റവന്യൂവിൽ ഏകദേശം 40.7% ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 52.2%. സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന 8% നിന്ന് നിലവിലിപ്പോൾ 46% വളരാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് തന്നെയാണ് PL ഗാഡ്ഗിൽ ജ്വല്ലേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ടുള്ളത്. കൂടാതെ സ്റ്റോർ കൗണ്ട് നോക്കുകയാണെങ്കിലും ഒരു എക്സ്പാൻഷൻ നിലവിലിപ്പോൾ കമ്പനി നടത്തി വരുന്നു. പ്രീവിയസ്ലി 55 സ്ഥാപനങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്റ്റോറുകൾ മാത്രമുണ്ടായിരുന്ന PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് നിലവിലിപ്പോൾ 78 സ്റ്റോറുകൾ എന്ന് പറഞ്ഞ ഒരു നിരക്കിലേക്ക് മാറിയിരിക്കുന്നു എന്നതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ പ്രകടനങ്ങൾ ഒക്കെ തന്നെ നോക്കുകയാണെങ്കിലും നിലവിലിപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സിലുള്ളത് 20.9%. റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ 23.4 എന്ന് പറഞ്ഞ ഒരു നിരക്കിലും ഒരു 5 ഇയേഴ്സിലൊക്കെ തന്നെ ഒരു ആവറേജ് സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള 35% നിലനിൽക്കുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒക്കെ തന്നെ ഒരു 3 ഇയേഴ്സ് പുറകിലോട്ട് നോക്കുകയാണെങ്കിലും ഹെൽത്തി തന്നെയാണ്, സ്റ്റഡി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. 5 ഇയേഴ്സിലേക്ക് വരികയാണെങ്കിലും സമാനമായ ഒരു ട്രെൻഡ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നതും. ഇൻട്രസ്റ്റ് കവറേജ് നോക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ്. ഡെറ്റ് ടു ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. കൂടാതെ വാല്യുവേഷൻ വൈസ് പരിശോധിക്കുകയാണെങ്കിലും ഇൻഡസ്ട്രിയൽ PE എന്ന് പറയുന്നത് 19 ആയിട്ടാണ് ഈ ഒരു ജ്വല്ലറി സെഗ്മെൻറ്റിൽ നിലനിൽക്കുന്നത്. എന്നാൽ സ്റ്റോക്ക് PE എന്ന് പറയുന്നത് 20 എന്ന് പറഞ്ഞ ഒരു നിരക്കിൽ സമീപമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നതൊക്കെ തന്നെ PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സും നിലവിലിപ്പോൾ ഈ ഒരു ജ്വല്ലറി മേഖലയിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് തന്നെ വരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്ന് വെച്ച് ടൈറ്റൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജ്വല്ലറി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിലും റീറ്റെയിൽ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ടൈറ്റൻ്റെ ആ ഒരു വാല്യുവേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിലും അത്രത്തോളം ഒരു ഹയർ വാല്യുവേഷൻ ടൈറ്റന് ലഭിച്ചതിലും പല കാരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ജ്വല്ലറി ബിസിനസ്സിൽ നിന്ന് മാത്രം ടൈറ്റൻ 2027 ഒക്കെ തന്നെ ഒരു ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് 18,253 കോടി രൂപയുടെ ഒരു റവന്യൂ ആണ് എന്നതാണ് ടൈറ്റൻ്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്. കൂടാതെ ബിസിനസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറി കമ്പനി എന്ന ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുമ്പോഴും ഒരു 38% ഒരു വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റന് സാധിച്ചിട്ടുണ്ട്. ടൈറ്റൻ ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ നാഷണൽ ബ്രാൻഡായിട്ടുള്ള തനിഷ്ക് അടക്കമുള്ള ബ്രാൻഡുകൾ ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്ട്രെങ്ത് നൽകുന്നുണ്ട്. അതുകൂടാതെ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ബ്രാൻഡ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ബ്രാൻഡുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അതായത് നാഷണൽ വൈഡ് നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ PN ഗാഡ്ഗിൽ പരിശോധിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സ് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ടാണ്, അല്ലെങ്കിൽ മറ്റ് ഓഹരികളിലേക്ക് പോവുകയാണെങ്കിൽ അത് നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ടാണ്. എന്നാൽ ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വന്തം കമ്പനി എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൂടാതെ നിലവിലിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് പുറമെ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലും കൃത്യമായ രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്കും അവർ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടുത്തെ ഗോൾഡ് ബൈയിങ് ട്രെൻഡ് മനസ്സിലാക്കിയതിന് ശേഷം ടൈറ്റൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ വളരെ ക്യാഷ് റിച്ച് ആയിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റികളും ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഒരു റിപ്പോർട്ട് നമ്മളിപ്പോൾ പ്രസൻറ്റ് ചെയ്തത് ടൈറ്റൻ എന്ന് പറയുന്നത് ജ്വല്ലറി സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച കമ്പനി അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ടൈറ്റന് പുറത്തും മറ്റ് പല ഓപ്പർച്യൂണിറ്റികളും നിലവിലിപ്പോഴും ഒരു ജ്വല്ലറി മേഖലയിൽ നിക്ഷേപിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി കുറഞ്ഞ ഒരു പ്രൈസിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞ ഒരു PE-യിലുണ്ട് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സെൻകോ ഗോൾഡാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഒരു ജ്വല്ലറി പ്ലെയറായിട്ട് മറ്റൊരു ജ്വല്ലറി പ്ലെയറായിട്ട് എടുത്തു കാണിക്കുന്നത്. നമ്മൾ സെൻകോ ഗോൾഡ് പറയുകയാണെങ്കിൽ
പ്രോഫിറ്റബിലിറ്റി ഇല്ലാത്ത ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്ന ഒരു കമ്പനി എന്നാണ്. ഗ്രോത്ത് വിത്തൗട്ട് പ്രോഫിറ്റബിലിറ്റി സ്റ്റോറി എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ സെൻകോ ഗോൾഡിനെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് അവർ ഫണ്ടമെൻ്റൽസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. റവന്യൂ ഗ്രോത്ത് 67.4% ഗ്രോത്ത് ഉണ്ട്. സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 39% ഒരു ഗ്രോത്ത് കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ ഫ്ലാറ്റ് ആണ് എന്നുള്ളതാണ്. സോ റവന്യൂ ഗ്രോത്ത് ഉണ്ട്, സെയിൽസ് ഗ്രോത്ത് ഉണ്ട്, എന്നാൽ പ്രോഫിറ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. മാർജിൻ പ്രഷറാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് എടുത്തു പറയുന്നത്. മിഡിൽ ഈസ്റ്റ് സിറ്റുവേഷൻസ് നിന്ന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ട്. ഗോൾഡ് പ്രൈസസ് ഉയരുന്നു എന്നുള്ളതും ഒരു മാർജിൻ പ്രഷറായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ചെലവ് വർദ്ധിക്കുന്നു എന്നുള്ളതും പ്രോഫിറ്റബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഫ്ലാറ്റായിട്ട് തുടരാൻ സെൻകോ ഗോൾഡിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ പ്രസൻസ് ആണ് ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ആയിട്ട് സെൻകോ ഗോൾഡിൽ എടുത്തു പറയുന്നത്. ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈസ്റ്റ് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ളൊരു ജ്വല്ലറി പ്ലെയർ എന്ന രീതിയിലാണ് സെൻകോ ഗോൾഡിനെ എടുത്തു പറയുന്നത്. അതുകൂടാതെ തന്നെ ബംഗാൾ, ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഫെസ്റ്റിവൽ ഡ്രിവൻ ഡിമാൻഡും ഒരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. PE നോക്കുകയാണെങ്കിൽ വാല്യുവേഷൻ 9.5 എന്ന നിലയിലാണ്. സോ ടൈറ്റാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡീപ്പ് ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ സെൻകോ ഗോൾഡ് PE എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മാർജിൻ റിക്കവറി നടന്നാൽ മാത്രമേ ഒരു പ്രോഫിറ്റബിലിറ്റിയിലേക്ക് കടക്കൂ എന്നും അങ്ങനെ പ്രോഫിറ്റബിലിറ്റി കാണിക്കാൻ സാധിച്ചാൽ മാത്രമേ ഇതൊരു സക്സസ്ഫുൾ സ്റ്റോക്സ് ഒരു ജ്വല്ലറി സ്റ്റോറി ആയിട്ട് മാറൂ എന്നുള്ളതുമാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നതെങ്കിൽ. എന്തായാലും നിലവിലെ ഒരു ട്രേഡിങ്ങും മറ്റുമൊക്കെ തന്നെ കണക്കിലെടുക്കുകയാണെങ്കിൽ വിപണിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% മുകളിലുള്ള ഒരു നേട്ടമുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും 0.25%ഉള്ളൊരു നേട്ടമുണ്ടാകുന്നു. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ എനർജി മേഖലയിലെ ഒരു നേരിയ ഇടിവ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് സൂചികളുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഒരു അപ്ഡേറ്റ് ആയിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപ തീരുമാനവും സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ സഹായത്തിലും ശിക്ഷണത്തിലും മാത്രം നടപ്പാക്കുക. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.